മാജിക് ലൈഫിലേക്ക് ഉഷാദേവിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണല്ലേ സംസാരിക്കുന്നത്, അല്ലേ? ആരോഗ്യമാണ് ഏറ്റവും വലിയ സ്വത്ത്. പക്ഷെ ആരോഗ്യം എന്താണ്? രോഗമില്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ഒരു ക്ഷേമം തന്നെയാണ് ആരോഗ്യം. അങ്ങനെ തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. മാനസികവും ശാരീരികവും സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായ ഒരു ആരോഗ്യം. പക്ഷെ സാമ്പത്തികം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് നമ്മുടെ മനസ്സ് നല്ലൊരു രീതിയിലേക്ക് മാറത്തുള്ളൂ, അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതുള്ളൂ. നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യണം, മനസ്സിന്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യത്തിന് എന്ത് ചെയ്യണം. നമ്മൾ ആരോഗ്യം എടുക്കുന്നത് പോലെ തന്നെ നമ്മളത് മറ്റുള്ളവരിലേക്ക് ആരോഗ്യം കൊടുക്കാനും നമുക്കറിയണം. മറ്റുള്ളവരിലേക്ക് സന്തോഷം കൊടുക്കണം. അതാണ് ഏറ്റവും വലിയൊരു പുണ്യം. അതിന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ചിട്ടയായ വ്യായാമം വേണം, പിന്നെ സമീകൃതമായ ഒരു ആഹാര രീതി വേണം, കൂടാതെ ആവശ്യത്തിന് വിശ്രമവും വേണം. ഇത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് ശാരീരിക ആരോഗ്യം അവിടെ സാധ്യമാവുകയുള്ളൂ. മാനസിക ആരോഗ്യം, മനസ്സ് സുഖമായാൽ മാത്രമേ ശരീരം കൂടി സുഖമാകത്തുള്ളൂ. അപ്പം മനോവ്യാധി മഹാവ്യാധി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പം മാനസിക ആരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ധ്യാനം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം. അത് സിമ്പിൾ മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടാതെ സാമൂഹ്യ ആരോഗ്യത്തിന് നമ്മൾക്ക് സന്തോഷം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇതിന്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വ്യക്തമാക്കാം.